നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധത്തിനെ പറ്റി പറയാനായിട്ടാണ് പോകുന്നത്. അശ്വഗന്ധ. അപ്പോൾ പലപ്പോഴും പലരും എടുത്തിട്ടുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അശ്വഗന്ധ എന്ന് പറയുന്നത്. പലതരം ഫോമിൽ നമുക്ക് കിട്ടും അശ്വഗന്ധയുടെ പൊടി അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്ന് പറയുന്ന പല കാര്യങ്ങൾ. മറ്റുള്ളവർക്കുള്ളൊരു ഡൗട്ടും കൂടിയാണിത്. പുരുഷന്മാർക്ക് മാത്രമേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ, സ്ത്രീകൾക്ക് അധികം കഴിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയും കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ നമുക്കിത് എത്ര ഡോസിലാണ് ദിവസത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുക, ഏതൊക്കെ കാര്യങ്ങളുടെ കൂടെ കഴിച്ചാലാണ് ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക, ഏതൊക്കെ രോഗങ്ങളിലാണ് നമുക്കിത് കഴിക്കാൻ പാടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. മുഴുവൻ അറിവും ലഭിക്കുന്നതിനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അശ്വഗന്ധ എന്നതിൽ 2 നാമങ്ങളാണുള്ളത്. അശ്വ, അതുപോലെ ഗന്ധ. അശ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ നമ്മളിതിന് കുതിര എന്നാണ് പറയുക. ഗന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല്, മണം. അശ്വഗന്ധയുടെ വേരുകൾക്ക് കുതിരയുടെ പോലെയുള്ള ഗന്ധമുള്ളത് കൊണ്ടാണ് നമുക്കിതിനെ അശ്വഗന്ധ എന്ന് പേര് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു ലാറ്റിൻ നെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്താനിയ സോംനിഫെറ എന്നാണ് പറയുക. സോംനിഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മളൊരു സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുക, അതായത് ഉറക്കത്തിന് ഉത്തേജിപ്പിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ആൾക്കാർക്ക് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഔഷധമായിട്ടാണ് അശ്വഗന്ധനെ കണക്കാക്കപ്പെടുന്നത്. അശ്വഗന്ധയുടെ വേരുകളാണ് നമ്മൾ കൂടുതലും മെഡിസിനൽ പ്രോപ്പർട്ടിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ചൂർണ്ണം ഉണ്ടാക്കാൻ, ടാബ്ലറ്റ് ഉണ്ടാക്കാൻ എന്നിങ്ങനെ പല കാര്യത്തിനും വേരുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉഷ്ണവീര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വാതദോഷം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, കഫദോഷം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഇതിന് സാധിക്കും. എന്നാൽ പലരുടെ ശരീരത്തിലും പിത്തദോഷം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ ചൂട് നന്നായിട്ട് നിൽക്കുന്ന സമയങ്ങളിലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ അശ്വഗന്ധ ഉപയോഗിക്കാനായിട്ട്. അശ്വഗന്ധയുടെ ബെനിഫിറ്റ്സ്, ഉപയോഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് തന്നെ ദഹനത്തിന് നന്നായിട്ട് കൂട്ടുന്നതിനും, കൃമിശല്യം പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, വിരശല്യം പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നന്നായിട്ട് സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അശ്വഗന്ധ. രണ്ടാമതായിട്ട് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ്, ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുമ എന്നിങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അശ്വഗന്ധ കുറച്ച് തേനിൽ അല്ലെങ്കിൽ നെയ്യിൽ ചാലിച്ച് കഴിക്കുന്നത് വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അടുത്തൊരു ഉപയോഗം നമ്മൾ നോക്കുകയാണെങ്കിൽ അശ്വഗന്ധയ്ക്ക് നമ്മുടെ രക്തത്തിന് നന്നായിട്ട് ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ബി പി നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ്, ബി പി നന്നായിട്ട് കൂടി കാലിൽ ചിലവരുടെ നീരൊക്കെ കാണാനായിട്ട് സാധിക്കും. അവരിലും ബി പി നന്നായിട്ട് കൂടുന്നതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുക, പേടി നന്നായിട്ട് ഉണ്ടാകുക എന്നിവർക്കും നല്ല രീതിയിൽ അശ്വഗന്ധനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അശ്വഗന്ധയ്ക്ക് ഒരു വലിയ ബ്രഹ്മണ രസായന പ്രോപ്പർട്ടീസാണ് ഉള്ളത്. നമ്മുടെ ശരീരത്തിലത്തെ ധാതുക്കളെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് നല്ലൊരു കഴിവുണ്ട്. ചിലരൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ജിമ്മിൽ പോകുന്നവർ, മസിൽ നന്നായിട്ട് ബിൽഡ് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും അശ്വഗന്ധനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ അശ്വഗന്ധയ്ക്ക് നല്ലൊരു രസായന പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും മസ്കുലർ ഡിസ്ട്രോഫി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഡയബറ്റിക് ന്യൂറോപ്പത്തി പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് എന്നുള്ളവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത്. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഒരു ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് വിത്താനിയ സോംനിഫെറ എന്നാണ്. അതായത് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുക, ഉറക്കം നന്നായിട്ട് കൂട്ടുക എന്നുള്ളൊരു കാര്യം. ആർക്കെങ്കിലും ഒരു നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല, നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നില്ല, നന്നായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് പേടിയാവുക, ആൻസൈറ്റി കൂടുക, ടെൻഷൻ നന്നായിട്ട് വരിക, ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നിവർക്ക് എല്ലാവർക്കും അവരുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണിത്. മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ അശ്വഗന്ധയുടെ നോക്കുകയാണെങ്കിൽ ശുക്രധാതുവിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും, അതുപോലെ വാജീകരണ ഔഷധങ്ങളിൽ ഒരു ഔഷധമായിട്ടാണ് നമ്മൾ അശ്വഗന്ധനെ ഉപയോഗിക്കുക. ആർക്കെങ്കിലും സ്പേമിൻ്റെ കൗണ്ട് നന്നായിട്ട് കുറഞ്ഞു നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അശ്വഗന്ധ. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അശ്വഗന്ധ. പലരും ചിന്തിക്കും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പുരുഷന്മാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകളിൽ ഇപ്പോൾ ആർക്കെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, ബാക്ക് പെയിൻ നന്നായിട്ടുണ്ട് എന്നുള്ളവർക്കും ഇതിന് ഗർഭാശയത്തിൻ്റെ പേശികളെ നന്നായിട്ട് സ്ട്രെങ്ത് കൂട്ടി നിർത്തുന്നതിന് ഒരു കഴിവുള്ളത് കൊണ്ട് സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അശ്വഗന്ധ പല ഫോമിൽ നമുക്ക് കിട്ടും. ചൂർണ്ണൻ പോലെ കിട്ടും, അതായത് പൗഡർ ഫോമിൽ കിട്ടും, അരിഷ്ടം പോലെ, നെയ്യ്, ടാബ്ലറ്റ്, ലേഹ്യം എന്നിങ്ങനെ പല ഫോമിലും. ഇത് നമുക്ക് എങ്ങനെ കഴിക്കാം, ഏതൊക്കെ കാര്യങ്ങളുടെ കൂടെ കഴിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് പൗഡർ ചൂർണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അശ്വഗന്ധയുടെ ചൂർണ്ണം ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾ എടുത്ത് ഒരു 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള പാലിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം
ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് പാലിൽ അശ്വഗന്ധയുടെ സ്മെല്ലെന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൽക്കണ്ടം അതിലൂടെ ആഡ് ചെയ്യുന്നതും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറ്റാനായിട്ട് സഹായിക്കും. ഇപ്പം നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, ചുമ അല്ലെങ്കിൽ ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അശ്വഗന്ധയുടെ ചൂർണം ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾ എടുത്തതിന് ശേഷം ആ 1/2 ടീസ്പൂണിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തേൻ എന്നീ ഒരു മിശ്രിതത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ 2 നേരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിത്തം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു ശരീരപ്രകൃതിയാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും അശ്വഗന്ധ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് നെല്ലിക്കയുടെ പൊടി അല്ലെങ്കിൽ നെയ്യ് ഇതിലേതെങ്കിലും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അശ്വഗന്ധ ചെറിയൊരു ചൂട് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലത്തെ ചൂടും അതുപോലെ മെഡിസിൻ്റെ ചൂടും നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചൂർണം കഴിക്കാനായിട്ട് താല്പര്യമില്ല, ടാബ്ലറ്റ് കഴിക്കാനാണ് ഈസി, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടാബ്ലറ്റ് വീതം രാവിലെ രാത്രി 2 നേരമായിട്ട് ഭക്ഷണത്തിന് ശേഷവും കഴിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പാലിലാണ് നിങ്ങൾ അശ്വഗന്ധയുടെ ചൂർണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. അശ്വഗന്ധയുടെ മറ്റൊരു ഫോം പറയുകയാണെങ്കിൽ അരിഷ്ട ഫോം. ഈ അരിഷ്ട ഫോം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് അരിഷ്ടം പോലെയുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ 15 ml വീതം നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം. ഇനി നെയ്യാണ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമെങ്കിൽ 1 ടീസ്പൂൺ വീതം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ അശ്വഗന്ധയുടെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ഡോസിൽ ഏതൊക്കെ കാര്യങ്ങളുടെ കൂടെയാണ് എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ കഴിക്കാനും കൂടി ശ്രദ്ധിക്കണം. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. ചാനൽ പുതിയൊരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.